രാഷ്ട്രരൂപീകരണത്തിന്റെ 41ാമത് വാർഷികം നാടും നഗരവും നാളുകളോളം ആഘോഷിക്കുകയാണ്. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഈ ആഘോഷത്തിൽ അലിഞ്ഞുചേരുന്നു. നൂറ്റാണ്ടോളം പോർച്ചുഗീസുകാരും തുടർന്ന് ബ്രിട്ടീഷുകാരും ഭരിച്ച UAE 1971 സ്വതന്ത്രമാകുന്നത്. ബ്രിട്ടീഷുകാരുടെ ക്രൂഷ്യൽ സ്റ്റേറ്റുകളായിരുന്ന അബുദാബി, ദുബൈ, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ, ഫുജൈറ എന്നിവ ചേർന്ന് ഒരൊറ്റ രാജ്യമായി. അല്പം വൈകി 1972 ഫെബ്രുവരി 11 റാസൽ ഖൈമയും UAEയുടെ ഭാഗമായി. മരുഭൂമിയോടും മണൽക്കാറ്റിനോടും പടപൊരുതി ജീവിച്ച ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സമൃദ്ധിയുടെയും പാത തുറന്നുകൊടുത്തത് രാഷ്ട്രശില്പിയായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആയിരുന്നു. ദുബൈയിലെ യൂണിയൻ ഹൌസിൽ നടന്ന ആദ്യ ദേശീയ ദിനാഘോഷത്തിൽ ജനങ്ങൾക്കൊപ്പം അദ്ദേഹവും നൃത്തം ചെയ്തു. 7 എമിറേറ്റുകളുടെ പ്രതീകമായ 7 സ്തൂപങ്ങൾ ഇന്നും യൂണിയൻ ഹൌസിന് മുന്നിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടിമരവും ഇവിടെ തന്നെയാണ്. നാല് പതിറ്റാണ്ടിനിപ്പുറം സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും സുരക്ഷയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായാണ് UAE അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിന് രാപ്പകലുകൾ തടസ്സമാകാറില്ല. ഓരോ എമിറേറ്റുകളിലും സർക്കാർ വകുപ്പുകളുടെയും പ്രവാസി സംഘടനകളുടെയും കൂട്ടായ്മകളിലാണ് ആഘോഷം. ദുബായ് പോലീസും KMCCയും ചേർന്നൊരുക്കിയ ആഘോഷങ്ങളിൽ മലയാളികളടക്കം ആയിരക്കണക്കിന് പേർ പങ്കാളികളായി. കേരളത്തിന്റെ ദഫ്മുട്ടും കോൽക്കളിയും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആഘോഷം. അന്നം തേടിയെത്തിയ നാട് നൽകുന്ന സമൃദ്ധിയോടുള്ള കടപ്പാടാണ് ഈ ദൃശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. സമാധാനവും സമൃദ്ധിയും സമ്മാനിക്കുന്ന രാഷ്ട്രത്തലവന്മാർക്കുള്ള ആദരമാണ് ഇത്. ഒരു പോറ്റമ്മ എന്നുള്ള നിലയിൽ UAE ഞങ്ങൾ കാണുകയും ഇവിടുത്തെ ദേശീയത, ഈ ദേശീയ ദിനം അതിൻ്റെ ഏറ്റവും വർണ്ണാഭമായ തലങ്ങളിൽ ഞങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ്. ഈ നാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് സമ്മാനിച്ചു. അവരുടെ ദേശീയ ദിനത്തിൽ അതിൻ്റെ ഒരു തിരിച്ചു കൊടുക്കൽ അത് പ്രകടമാക്കി തന്നെ നടത്തണമെന്നുള്ളതാണ് ദുബായ് KMCCയുടെ തീരുമാനം. സ്വന്തം നാടിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടപ്പാടും സ്നേഹവും